അന്ന് രാത്രി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി കുഴി വെച്ച് അടക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വിശ്വാസം, അതല്ലേ എല്ലാം. അത് പരസ്യവാചകമല്ല, അതാണ് സത്യം. ഇബ്രാഹിലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാഠമാണ്. പക്ഷേ ഞാനിപ്പം വിശ്വാസം എന്ന ആ വാക്കിൻ്റെ അർത്ഥമല്ല പറയാൻ പോകുന്നത്. അതിനെ നമ്മൾ വളരെ വിശദമായി വചനത്തിലൂടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഫെയ്ത്ത് ഒബ്സ്റ്റെയിൻസ് എ ഗുഡ് ടെസ്റ്റിമണി. എന്താണ്? അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസം നമുക്കെന്തെങ്കിലും കിട്ടാനുള്ളൊരു മാജിക് വേർഡല്ല, അല്ലെങ്കിൽ ഒരു ടെക്നിക്കല്ല. ഇന്നത്തെ പ്രശ്നം, എല്ലാവർക്കും വിശ്വാസത്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. എനിക്കെന്ത് കിട്ടും? വിശ്വസിച്ചാൽ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ എല്ലാം ചോദ്യം. പക്ഷേ വിശ്വാസം എന്തെങ്കിലും എനിക്ക് കിട്ടാനുള്ളൊരു കാര്യമല്ല. വിശ്വാസത്താൽ എനിക്ക് നല്ല സാക്ഷ്യം കിട്ടുന്നു. ആലോചിക്കുക, വിശ്വാസത്താൽ എനിക്ക് നല്ല സാക്ഷ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് മനസ്സിലായി? നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന് അതിലേക്ക് പോകുന്നില്ല. അടുത്ത് നമ്മൾ കണ്ടു 3-ാം വാക്യത്തിൽ, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതായത് ഒന്നുമില്ലാത്തടത്ത് തൻ്റെ വാക്കിനാൽ, വചനത്താൽ സകലത്തെ ഉളവാക്കി. അതിൻ്റെ അർത്ഥം, ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡ്സ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിൻ്റെ വെറും ശക്തിയല്ല, ദ ക്രിയേറ്റീവ് പവർ. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ഒരു ശക്തിയുണ്ട് വിശ്വാസത്തിന്. അതാണ് വിശ്വാസം. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആബേൽ എന്താണ്? ഏറ്റവും നല്ലത് കൊണ്ട് യാഗം കഴിച്ചു. ഫെയ്ത്ത് ഓഫേഴ്സ് ദി ബെസ്റ്റ്. വിശ്വാസത്താൽ എന്ത് ചെയ്തു? ഓഫേർഡ് എന്നാണ്. നമ്മൾ ഇത്ര നേരം കേട്ടത് ഫെയ്ത്ത് ഇതിലൂടെ എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഫെയ്ത്ത്, വിശ്വാസത്താൽ ഏറ്റവും നല്ലത് യാഗം കഴിച്ചു. അപ്പം ഈ വിശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമല്ല, വിശ്വാസം കൊടുക്കാനും കൂടിയാണ്. അടുത്തത് 5-ാം വാക്യത്തിൽ അവിടെ ഹാനോക്കിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത് സീക്സ് ടു പ്ലീസ് ഗോഡ് ഇൻ എവ്രിതിങ്. നാം എന്ത് ചെയ്താലും അതിലൂടെ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കും. അപ്പം വിശ്വാസം എന്ത് ചെയ്യും? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം. അടുത്തത് 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് വിശ്വസിക്കണം? ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതിൻ്റെ അർത്ഥം, ഫെയ്ത്ത് ബിലീവ്സ് ദാറ്റ് ഗോഡ് ആൻസേഴ്സ് ഡിലിജന്റ് പ്രേയേഴ്സ്. നമ്മൾ ശരിക്കും വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അടുത്തത് 7-ാം വാക്യത്തിൽ നോഹയോട് പറഞ്ഞു, മഴ പെയ്യാൻ പോകുന്നു, വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, നീ എന്ത് ചെയ്യണം? രക്ഷപ്പെടണമെങ്കിൽ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഈ മനുഷ്യൻ അത് വിശ്വസിച്ച് പെട്ടകം ഉണ്ടാക്കി. പെട്ടകം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഉറക്കെ പ്രസംഗിക്കുകയും വേണം, വിളിച്ചു പറയണം. എന്താണ്? നീതി പ്രസംഗിയായ നോഹയെന്ന് നമ്മൾ വായിക്കുന്നത്. ഇദ്ദേഹം പ്രസംഗിച്ചു, ഒരു വെള്ളപ്പൊക്കം വരുന്നു, രക്ഷപ്പെട്ടോണം. ഒരു മനുഷ്യനും ഇത് വിശ്വസിച്ചുമില്ല, ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ടുമില്ല. താനും തൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമേ ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം, ഫെയ്ത്ത് ടേക്സ് ഗോഡ്സ് വാർണിംഗ് സീരിയസ്ലി. എന്താണ്? ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ വിശ്വാസം ഗൗരവത്തോടെ എടുക്കുന്നു. അന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നൊരു വാക്കുണ്ടായിരുന്നു, അത് ഗൗരവമായിട്ട് എടുത്തു. അന്ന് വരെ മഴ പെയ്തിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ആ ദൈവം കൊടുത്ത മുന്നറിയിപ്പ് ഗൗരവത്തോടെ നോഹ എടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നത്, അല്ലേ? ഇന്ന് എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഇതിലൂടെ ഒരു വാർണിംഗ് ദൈവം നമുക്ക് തരിക, ഒരു മുന്നറിയിപ്പ് ദൈവം തരിക. പക്ഷേ ആ മുന്നറിയിപ്പ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട്, ലോകാവസാനത്തിന് മുമ്പായിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങൾ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരീകമായിട്ട് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക, നിറവേറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ ഈ വാർണിങ്സ് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? നോഹയുടെ മുമ്പിൽ ഒരു വെള്ളപ്പൊക്കം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ.
മറ്റൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ വെള്ളപ്പൊക്കം മാത്രമല്ല, വേദോസത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മളിന്ന് ഏകദേശം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ടെങ്കിലും നമ്മൾ കർത്താവിൻ്റെ വരവടുത്തു, അല്ലെങ്കിൽ രോഗം അവസാനിക്കാൻ പോകുന്നു എന്ന വാണിംഗ് നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? അടുത്തത് 8-ാം വാക്യത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? തന്നെ വിളിച്ചപ്പം എങ്ങോട്ടെന്നറിയാതെ എന്ത് ചെയ്തു? ഇറങ്ങി അങ്ങ് പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ഫെയ്ത്ത് ഒബേസ് ഗോഡ് വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മളായിരുന്നെങ്കിലോ? ആ ഗൂഗിൾ ലൊക്കേഷൻ ഒന്ന് ഇടാമോ, എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഒരു ലൊക്കേഷനും ദൈവം ഇട്ട് തരത്തില്ല, അല്ലേ? ദൈവമാണ് വിളിക്കുന്നതെങ്കിൽ വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചോണം, അല്ലേ? വിശ്വാസത്തോടെയുള്ള കാൽവയ്പ്പാണ് അവിടെ നമ്മുടെ മുമ്പിലെ അത്ഭുതം കാണുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാം കണ്ടല്ല വിശ്വസിക്കുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പം നമ്മൾ വായിച്ച തൊട്ടുമുമ്പത്തെ വാക്യത്തിലുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. 9-ാം വാക്യം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മമാരെ എടുത്തുകൊണ്ട് പോണേ, മൂത്ത കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്താൽ അവർ കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന പോലെ ഇരിക്കും, പക്ഷേ ശബ്ദമെല്ലാം മൈക്ക് പിടിക്കും. കുഞ്ഞിൻ്റെ അമ്മയോടെ ഉണ്ടോ? മോളെ, കുഞ്ഞിനെ അങ്ങ് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തേ. ഓക്കെ, കുഞ്ഞിൻ്റെ അമ്മ ഇല്ലേ? ഈ കുഞ്ഞിൻ്റെ അമ്മയുണ്ടോ? ആ, ഉണ്ട്. അമ്മയില്ലാതെ ഇത്രയും കൊച്ചു കുഞ്ഞ് വരത്തില്ലല്ലേ. മോളെ കൊണ്ടും കൊടുത്തേ. ഓക്കെ, എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു ഭോഷനെ പോലെ ഇറങ്ങി പുറപ്പെടുന്ന ഒരുത്തനെ നമ്മൾ എന്തു പറയും? ലോകം എന്തു പറയും? മണ്ടൻ, വിഡ്ഢി, ഭോഷൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഏറ്റവും വലിയ മണ്ടനാരാ? അബ്രഹാം. ആ അബ്രഹാമിൻ്റെ സന്തതിയാണ് നമ്മളെങ്കിൽ നമ്മളും കൊച്ചു മണ്ടന്മാരാ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ കണ്ടാൽ തോന്നും മണ്ടനാന്ന്, അല്ലേ? നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, നമ്മൾ വലിയ കാൽക്കുലേറ്റഡ്, അല്ലേ? ഭാവിയൊക്കെ നമ്മളെല്ലാം അടുത്ത 100 വർഷത്തേക്കുള്ള കാര്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുക. പക്ഷേ എങ്ങോട്ട് പോകുന്നെന്നറിയാതെ വിളിച്ചവൻ വിശ്വസ്തനെന്ന് മാത്രം എണ്ണിക്കൊണ്ട് ഇറങ്ങി. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു പോയിൻ്റ്? ഫെയ്ത്ത് ഒബേസ് ഗോഡ് വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിച്ചുകൊണ്ടല്ല പോകുന്നത്, വിശ്വാസത്താൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് ഇറങ്ങി. 9-ാം വാക്യം, നമ്മളിപ്പം വായിച്ച വാക്യം തന്നെയാണ്. അവിടെ വാഗ്ദത്ത ദേശത്ത് എങ്ങനെ പാർത്തുന്ന? കൂടാരങ്ങളിൽ പാർത്തു. ടെൻറ്റ്. നമുക്ക് ഈ ടെൻ്റ് എന്ന് പറഞ്ഞ വാക്കത്ര പരിചയമല്ല. നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മുടെ വീട്ടിൽ മരണം നടക്കുമ്പോഴോ ഒരു കല്യാണം നടക്കുമ്പോഴോ ഉടനെ എന്ത് ചെയ്യും? വീടിൻ്റെ മുന്നിൽ ഒരു സാധനം കൊണ്ട് ടെമ്പററി ആയിട്ട് ഇടും. എന്താണത്? ഷാമിയാനാന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്രഹാം എവിടെ പാർത്തത്? ഇദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. നിങ്ങൾ ചിലർ പറയാറില്ല അബ്രഹാം സമ്പന്നനായിരുന്നു. അതെ, ഇത്രയും നിങ്ങൾ ഷാമിയാനയ്ക്കകത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത്രയ്ക്കൊന്നും ഗതി കിട്ടില്ല ഷാമിയാനായി താമസിക്കാൻ, അല്ലേ? എങ്കിൽ ഇവിടെ പറഞ്ഞത് അബ്രഹാം സത്യം ഷാമിയാനയിലെ താമസിച്ച, അല്ലേ? ഷാമിയാനയിലെ താമസിച്ച. എന്താ ഇത്? ഇവിടെ വിട്ടേച്ച് പോകേണ്ട കൂടാരമാണെന്നും. അടുത്ത വാക്യം, 10-ാം വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ഓർത്തോണം, ദൈവം നിർമ്മിക്കുന്ന ഒരു നഗരം, അല്ലേ? എ സിറ്റി വിച്ച് ഈസ് ബിൽഡ് ബൈ ഗോഡ്. ഞാൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും മനുഷ്യർക്ക് പോയി താമസിക്കാൻ ഏറ്റവും നല്ല നഗരം ഏതാ? നിങ്ങൾ ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, അമേരിക്ക, UK എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, അതൊക്കെ കൊള്ളാമായിരിക്കും, പക്ഷേ ദൈവം തന്നെ നിർമ്മിക്കുന്നൊരു നഗരമുണ്ട്. ആ നഗരം ആർക്ക് വേണ്ടിയാണെന്നറിയോ? അത് നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടു. എത്ര പേര് അത് വിശ്വസിക്കുന്നു, അല്ലേ? ദർ ഇസ് എ സിറ്റി വിച്ച് ഇസ് ബിൽഡ് ബൈ ഗോഡ്. ആ സിറ്റിക്കൊരു പേരുണ്ട്. ആ സിറ്റി എന്താണ്? ന്യൂ ജെറൂസലേം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പക്ഷേ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു പോയിട്ടില്ല, ഞാൻ പുതിയ യെരുശലേമിലേ പോകുന്നുള്ളൂ.
സത്യം പറഞ്ഞാൽ ആരും പഴയ യെരൂശലേമിന് കൊണ്ടുപോകാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് തന്നാൽ ചിലപ്പോൾ പോവുമായിരിക്കും. പക്ഷേ ഇന്നത്തെ പ്രശ്നം എല്ലാവർക്കും ഈ പറഞ്ഞ ഇസ്രായേലിൽ പോയി യെരൂശലേം കാണാനാണ് ഇഷ്ടം. അത് കണ്ടോ, കാശുണ്ടെങ്കിൽ പോയി കണ്ടോ. പക്ഷേ നമുക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേം, അല്ലേ, ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരം വരുന്നു. പക്ഷേ ആ പുതിയ യെരൂശലേം എവിടെ നിന്നാണ് വരുന്നത്? വിളങ്ങിടുന്നു വാനത്തിലൊരു, എൻ്റെ പിതാവിൻ്റെ ഒരു പാട്ടാണ്, പക്ഷേ എനിക്കറിയത്തില്ല, അത്രേ അറിയത്തുള്ളൂ, അല്ലേ, ഒരു നഗരം എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം നിർമ്മിക്കുന്ന ഒരു നഗരമുണ്ട്. ആ നഗരത്തിലാണ് നമ്മൾ വസിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. അപ്പം ഫെയ്ത്ത് ലിവ്സ് വിത്ത് എറ്റേണിറ്റി ഇൻ വ്യൂ. എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്? നിത്യതയെ ലാക്കാക്കി നിത്യതയെ നോക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എത്ര പേര് രാമയും പറയും? ഇവിടെ ഇരിക്കുമ്പം തന്നെ എത്ര പേർക്ക് ഇപ്പം നിത്യതയെ പറ്റി ചിന്തിക്കും? ആലോചിച്ച് നോക്കിയേ. ഇവിടെ വിശക്കുന്നു, അപ്പോഴാണ് ഇയാളുടെ നിത്യത, അല്ലേ? ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്താണ്? നിത്യത, നിത്യത, നിത്യത. ഞാൻ ഈ മരണഭവനങ്ങളൊക്കെ ചെല്ലുമ്പം 2 വാക്ക് വചനം പറയാൻ കിട്ടിയാൽ ഞാൻ എപ്പോഴും പറയുന്ന വാക്യങ്ങൾ പറയും. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. 1-2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നതിൽ, ദിസ് ലൈഫ് ഈസ് എ ഡ്രസ്സിങ് റൂം ഫോർ എറ്റേണിറ്റി ആൻഡ് ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. എന്താണ്? ദിസ് ലൈഫ് ഈസ് എ ഡ്രസ്സിങ് റൂം ഫോർ എറ്റേണിറ്റി ആൻഡ് ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഈ ലോകം, ഈ ആയുസ് നിത്യത എവിടെ ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ആ നിത്യതയ്ക്കായി ഒരുക്കുന്ന ഒരു ഒരുക്കമുറി മാത്രമാണ് ഈ ജീവിതം. പക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന അല്ലെങ്കിൽ ഒരുക്കപ്പെടുന്ന ഒരു ഒരുക്കമുറി, ഒരു ഡ്രസ്സിങ് റൂം മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഒരു നാടകം അരങ്ങേറുമ്പം അതിൻ്റെ തൊട്ട് പുറകിലൊരു മുറി ഉണ്ടാവും, അല്ലേ? ഗ്രീൻ റൂം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവിടെയാണ് റിഹേഴ്സൽ, അല്ലെങ്കിൽ റിഹേഴ്സൽ നടക്കുന്നത്. എത്രയോ നാളത്തെ റിഹേഴ്സൽ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് അരങ്ങേറ്റം വരുന്നത്. ഇതുപോലെ നമ്മൾ ഓർക്കണം, നിത്യതയിലാണ് നമ്മുടെ അരങ്ങേറ്റം, ഓർത്തോണം. പക്ഷേ പ്രശ്നം ഇവിടെ വെച്ച് നമ്മൾ അരങ്ങേറി കഴിഞ്ഞു. എന്തൊക്കെയാണ് കാണേണ്ടതല്ലേ നമ്മൾ, അല്ലേ? ശരിക്കും പറഞ്ഞ നിത്യതയിലാണ് നമ്മുടെ അരങ്ങേറ്റം. പക്ഷെ അതുവരെ എന്താണ്? റിഹേഴ്സലാണ്. ശരിക്കും ഈ ജീവിതം മൊത്തത്തിൽ ഒരു റിഹേഴ്സലാണ്. എന്തിനു വേണ്ടി? നിത്യതയിൽ ഞാൻ ചെന്നെത്തും, അവിടെ ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം ആയിരിക്കും. അതാണ് കാര്യം. അപ്പം ഫെയ്ത്ത് ലിവ്സ് വിത്ത് എറ്റേണിറ്റി ഇൻ വ്യൂ. അടുത്തത് 11-ാം വാക്യം. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് കേട്ടോ. നമ്മൾ പലപ്പോഴും ഇത്രയും നേരം പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞു. പക്ഷെ സാറായി എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണി. നമുക്ക് ആ കുട്ടി സാറായെ പറ്റി ഇച്ചിരി ഒരു പരാതിയുണ്ട്. എന്താണ്? വീട്ടിൽ ദൂതന്മാർ വന്ന് നിനക്ക് അടുത്ത വർഷം ഈ സമയം ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറി. സാറ മലയാളിയായിരുന്നുള്ള കാര്യം അറിയാമല്ലേ? ഈ പുരുഷന്മാർ വല്ലവരും വീട്ടിൽ വന്ന് വർത്തമാനം പറയുമ്പം ഇപ്പുറത്ത് കട്ടൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും, എന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നപ്പം ദൂതന്മാർ പറഞ്ഞു അടുത്ത വർഷം ഈ സമയം. അതിച്ചിരി ഉറക്കെയായിപ്പോയി. അവിടെ ദൂതം വിടുവോ? എന്തിനാണ് അവൾ ചിരിച്ചത്? എന്തിനാണ് ചിരിച്ചത്? അവിടെ ഞാൻ ചിരിച്ചില്ല, ചിരിച്ചു, അല്ലേ? പക്ഷെ നമ്മൾ ഈ സാറ അവിശ്വാസം കൊണ്ട് ചിരിച്ച പോലെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഫെയ്ത്ത് ലുക്സ് അറ്റ് ഗോഡ് അലോൺ ആൻഡ് ലവ്സ് അറ്റ് ഇമ്പോസിബിലിറ്റീസ്. സാറ ചിരിച്ചത് അസാധ്യങ്ങളെ നോക്കിയിട്ടാണ് ചിരിച്ചത്. അങ്ങനെ നേരത്തെ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മുമ്പിൽ അസാധ്യങ്ങളായിട്ട് പലതും നിൽപ്പുണ്ട്. പക്ഷെ അത് നോക്കി നിങ്ങൾ ചിരിക്കുമോ? സത്യം പറഞ്ഞാൽ ഇന്ന് അസാധ്യങ്ങളിലാണ് നമ്മളെ നോക്കി കൊഞ്ഞനം കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. അതാ സത്യം. പക്ഷെ തിരിച്ച് ഈ അസാധ്യങ്ങളെ അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റണം. അടുത്തത് അതിൻ്റെ 13-ാം വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. നോക്കണേ, ഇവരെല്ലാം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ, കണ്ടോ? അവർക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നു, അവരെ വാഗ്ദത്തം വിശ്വസിച്ചു. പക്ഷേ അവർ വാഗ്ദത്ത നിവൃത്തി എന്ത് ചെയ്തില്ല? ഇതൊന്നും മനസ്സിലാക്കണം. ചില വാഗ്ദത്ത നിവൃത്തികൾ നമ്മുടെ കാലത്ത് പ്രാപിക്കണമെന്നില്ല. ഞാനിന്ന് രാവിലെ പറഞ്ഞു, എൻ്റെ പിതാവിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും താൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും ഒന്നും കണ്ടില്ല.
അതിൽ ചിലതൊക്കെ ഇന്നിപ്പം ഞാൻ കാണുന്നു. ഇനി എൻ്റെ കാലശേഷം കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത തലമുറയിൽ ആരെങ്കിലുമൊക്കെ കാണും, ഉറപ്പാണ്. അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞ് തൽക്കാലം അങ്ങ് വിടുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാം കാണണമെന്നില്ല. പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവനെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാഗ്ദത്ത വിശ്വാസ വീരന്മാർ പോലും ചിലരെന്ത് ചെയ്തില്ല, വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല, അല്ലേ? അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പലരും വിചാരിക്കുന്നത്, ഈ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല എന്നുള്ളത്. അടുത്തത്, അവർ ദൂരെ നിന്ന് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അതിൻ്റെ 37 പകുതിയും 38 കൂടെ നിങ്ങൾ വായിച്ചേ. 37 പകുതി 37. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. വിശ്വാസത്താൽ എല്ലാം കിട്ടും 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 എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴെല്ലാം എന്താണ്? മൊത്തം കഷ്ടപ്പാടും ഉപദ്രവവും പീഡയും ഒക്കെയാണ്. എന്നിട്ട് കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ആ ഉഴന്നു വലഞ്ഞു മാത്രം ഇങ്ങനെ പറയാം, വിശ്വാസത്താൽ ഉഴന്നു വലഞ്ഞു. ആർക്കെങ്കിലും വേണോ ഉഴന്നു വലയാൻ? വിശ്വാസം വേണോ? ആലോചിച്ച് നോക്കിയേ, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ എല്ലാം എനിക്ക് കിട്ടും, വിശ്വാസത്താൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. എന്താ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? വിശ്വാസത്താൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ഉഴന്നു വലഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ന്യൂജൻ ഭാഷ പറഞ്ഞതന്നേ ഉള്ളൂ. എന്താണ്? അല്ലെങ്കിൽ വേറൊരു ഭാഷ പറഞ്ഞാൽ വിശ്വാസത്താൽ ഞാനിങ്ങനെ തേരാപ്പാര നടന്നു എന്ന് ഇട്ടു നോക്കിയേ. ഞാൻ പറഞ്ഞ വാക്കെന്തോ അൺപാർലമെൻ്ററി ആണോ? തേരാപ്പാര നിങ്ങളാരും ഉപയോഗിക്കാറില്ലേ? നിങ്ങൾക്ക് എന്നെ നോക്കുന്ന കണ്ടാ എന്തോ ഈ പറയുന്നത്? ചില സമയത്തെങ്കിലും ഉഴന്ന് വലഞ്ഞു, അതും വിശ്വാസത്താല. ഓർക്കണം, അതും വിശ്വാസത്താല. അതിൻ്റെ അർത്ഥം വിശ്വാസത്താൽ എല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്നുമില്ല, പ്രാപിക്കാത്തവരുണ്ട്. ഈ ലോകത്തിൽ പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അതും വിശ്വാസത്താൽ തന്നെയാണ്. ഓക്കെ, അടുത്തത് എൻ്റെ 38. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവിടെയൊക്കെയാണ് വാസ്തവമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിയം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമ്മളെ ദൈവം കടത്തിവിടുന്ന ഏതവസ്ഥയും നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ദൈവം അറിയാതെ അല്ല, വിത്ത് എ പർപ്പസ്. ദൈവത്തിനൊരു പദ്ധതിയാണ്. അത് ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല, ദൈവം നമ്മളെ ശിക്ഷിക്കുകയൊന്നുമല്ല. എന്തെങ്കിലും നമ്മൾക്കൊരു കഷ്ടം വരുമ്പം ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നും വിചാരിക്കരുത്. അത് പിശാച് എന്നെ എന്തോ ദ്രോഹിക്കുകയല്ല, ദൈവം ചിലത് അനുവദിക്കുന്നു. ഞാൻ ഡീറ്റെയിലേക്കൊന്ന് വരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് ഈസ് ഹെവൻ സിക്ക്, അല്ലേ? എനിക്ക് ഇവിടെ അല്ല കാര്യം, എനിക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുന്നതോ എവിടെ എന്തെങ്കിലും ആവുന്നതല്ല കാര്യം. 15-ാം വാക്യത്തിലേക്ക് വരുമ്പം, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ. ഈ വിട്ടുപോകുന്നതിനെ എന്ന് പറയുമ്പം എന്തുവായി വിട്ടത്? ഞാൻ വിട്ടു പോവുക, മുന്നോട്ടാണ് നോക്കി പോവുക. പക്ഷെ ഞാൻ വിട്ടു പോകുമ്പം ഇങ്ങനെയാണ് പോകുന്നത്. അതാണ് പ്രശ്നം. കാർ ഓടിക്കുമ്പോൾ നമുക്കറിയാം, മുന്നിലൊരു ഗ്ലാസ് ഉണ്ട്, അതിലോട്ട് മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി പോവും. പക്ഷേ തൊട്ട് മുകളിൽ വേറൊരു സാധനം ഒരു ഗ്ലാസ്സും ഉണ്ട്. എന്താണ് അതിന്? റിയർ വ്യൂ മിറർ എന്ന് പറയും. ആലോചിച്ച് നോക്കി, ഞാൻ വണ്ടി ഓടിക്കുന്നത് ആ റിവർ വ്യൂ മിറർ നോക്കി മാത്രമാണ് ഓടിക്കുക. ഇങ്ങനെ ഇരിക്കും, ഒത്തിരി ഓടിക്കേണ്ടി വരത്തില്ല, അല്ലേ? ഇന്ന് ഒത്തിരി വിശ്വാസികൾ സത്യം പറഞ്ഞാൽ മുന്നോട്ട് നോക്കി വിശ്വാസത്താൽ ഓടിപ്പല്ല, ഈ പുറകോട്ട് നോക്കിയാണ് ഓടിക്കുന്നത്. പുറകിൽ നിന്ന് വരുന്നുണ്ടോ? അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, ആരെങ്കിലും പുറകെ വന്നൊന്ന് ഹോൺ അടിച്ച് ആരാന്നൊന്ന് നോക്കാം, അത്രയേ ഉള്ളൂ, അല്ലേ? അതിലേക്ക് നോക്കിയല്ല ഓടിക്കേണ്ടത്. ഇന്ന് ഒത്തിരി പേരുടെ ക്രിസ്തീയ ജീവിതം ഈ എന്താണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിയല്ല ഓടിക്കുന്നത്. ഇന്ന് യേശുവിനെക്കാട്ടിൽ നിങ്ങൾ ആ റിയർ വ്യൂ മിറർ നോക്കുന്നെങ്കിൽ നിങ്ങൾ പിശാചിനെ നോക്കിക്കൊണ്ട് ഓടിക്കുന്നത്. എനിക്കറിയാം ഒത്തിരി ഇന്നസെൻ്റ് വിശ്വാസികൾ എന്തു പറഞ്ഞാലും എന്താണ്? പിശാച്, അല്ലേ? എന്തു പറഞ്ഞാലും അവർക്ക് യേശു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ വായിന്ന് വരുന്നത് എന്താണ്? പിശാച്. അങ്ങോട്ട് വന്ന് കാല് തട്ടി പിശാചെ നോക്കി കിടക്കണം. കാല് തട്ടി തള്ളവിരൽ ഒന്ന് മുട്ടിയപ്പോഴത്തേക്കും അതും പിശാച്, അല്ലേ? എന്ത് പറ്റിയാലും എന്താണ്? പിശാച്. അങ്ങനെ അങ്ങ് പിശാചിനെ
വിശ്വാസത്താൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക. വിട്ടു പോകുന്നതിനെ ഓർത്തുവെങ്കിൽ ഫെയ്ത്ത് ഡസ് നോട്ട് റിട്രീറ്റ്. ഒരു കാരണവശാലും തിരികെ നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ഏലിയാവ് വിളിച്ചപ്പം അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുക. വിളിച്ചു ചെല്ലാം. പക്ഷെ പുള്ളി പോകുന്നതിന് ഒരു മിനിറ്റ്, എനിക്ക് ചെറിയൊരു ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് വരണം. ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയത് DYFIക്കാരല്ല ആദ്യമായിട്ട് നടത്തിയത് ഏലീശയ. എന്ത് ചെയ്തു? അങ്ങനെ ആ കാളെ എന്ത് ചെയ്തു? കറി വെച്ച് എല്ലാവർക്കും ഒരു വിരുന്ന് കൊടുത്തിട്ടാണ്, പൊറോട്ടയും ബീഫും കൊടുത്തിട്ടാണ് പുള്ളി വേലക്കിറങ്ങിയത്. ആലോചിച്ച് നോക്കിയേ അല്ലേ? കർത്താവിനെ സേവിക്കാൻ പോയപ്പം ഇനി പഴയ തൊഴിലിലേക്ക് വരാൻ എനിക്കിടയാവരുത്, ഞാൻ അതിലോട്ട് വരത്തില്ല. ഇംഗ്ലീഷിൽ പറയും ബേണിങ് യുവർ ബ്രിഡ്ജസ് ബിഹൈൻഡ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്ന പാലം ഞാനങ്ങ് കത്തിച്ച് കളഞ്ഞു, ഇനി മുന്നോട്ട് ഞാൻ പോകത്തുള്ളൂ. പുറകോട്ട് പോകണമെന്ന് വെച്ചാലും പാലം ഇല്ല. ഇന്ന് നമ്മളൊക്കെ മിടുക്കന്മാരാ, നമ്മളൊക്കെ പാലം കൃത്യമായിട്ടും നമ്മളവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എപ്പം വേണേലും തിരിച്ചു പോകാൻ തയ്യാറായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്രിസ്തീയ ജീവിതത്തിന് എന്തില്ല? പണ്ടൊരു ദേവദാസൻ പറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ഇല്ല. പണ്ടിരിക്കുന്ന നമ്മുടെ പഴയൊരു ഗവർണർ ഉണ്ടായിരുന്നു, പഴയ ആൾക്കാർക്ക് അറിയാം, NN വാഞ്ചു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. NN വാഞ്ചു കോട്ടൊക്കെ ഇട്ട് പുള്ളി ഇങ്ങനെ ബെൻസ് കാറയിൽ ഇങ്ങനെ പോലീസ് എസ്കോർട്ടും ഇതൊക്കെ ആയിട്ട് പോകുന്ന അന്നൊരു കാഴ്ചയായിരുന്നൊരു ഗവർണർ പോകുന്ന കാണാൻ. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ കോട്ടയത്ത് പോയിട്ട് വരിക, അദ്ദേഹം ചെങ്ങന്നൂർ പമ്പ പാലത്തിൽ വന്ന് കയറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺവോയ്, ഫ്രണ്ടിൽ പൈലറ്റ് ജീപ്പുണ്ട്, തൊട്ടുപുറകെ ഇദ്ദേഹമുണ്ട്, അതിൻ്റെ പുറകെ മറ്റേ എസ്കോർട്ടുണ്ട്, അതിൻ്റെ പുറകെ ആംബുലൻസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. വലിയ പരിവാരങ്ങളായിട്ട് വന്നിങ്ങ് കയറി. പക്ഷെ വന്നിങ്ങ് കയറി ഇന്നത്തെ പോലെ അന്ന് ഇത്രയും വലിയ സെറ്റപ്പൊന്നും ഇല്ലല്ലോ, കൊച്ചു പാലമാണ്, ഒരു വഴിക്ക് ട്രാഫിക്ക് വരത്തുള്ളൂ. ഈ വണ്ടിയെല്ലാം കൂടെ വന്ന് കയറിയപ്പോഴത്തേക്കും കൊണ്ട് ആ കഷ്ടകാലത്തിന് ഒരു കുട്ടമ്പിള്ള ഒരു കാളവണ്ടി അടിച്ചുകൊണ്ട് അയാൾ ചെന്നും പാലത്തിൽ കയറി. അയാൾ ഏകദേശം ഇത്തിരി മുന്നോട്ടായിപ്പോയി. അപ്പോഴത്തേക്ക് ഗവർണറുടെ വണ്ടിയും കോൺവോയ് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. തൊട്ട് ഫ്രണ്ടി കുട്ടമ്പിള്ളയുടെ കാളവണ്ടി. ഉടനെ ഒരു ടൈമാൻ ചാടി അങ്ങോട്ട് പൈലറ്റ് ജീവൻ എടുത്ത് മാറ്റടോ, പുറകോട്ട് ഓടോ. കുട്ടമ്പിള്ള ദയനീയമായിട്ട് നോക്കുക, തന്നോടല്ലേ പറഞ്ഞ് എടുത്ത് പുറകോട്ട് കൊണ്ടുപോടോ കാളവണ്ടി. അവിടെ അയാൾ പറയുക, സാറേ യമാനെ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. അപ്പോഴാണ് ഏട്ടങ്ങൂന്നിന് മനസ്സിലായത്, കാര്യം ശരിയാണല്ലോ, കാളവണ്ടിക്ക് എവിടെ റിവേഴ്സ് ഗിയർ. അപ്പോൾ അയാൾ പതുക്കെ ചെന്ന് അപ്പം ഗവർണർക്ക് കാര്യം മനസ്സിലായി. ഡ്രൈവറോട് പറഞ്ഞു വിടൂ, പുറകോട്ട് എടുക്കുക എല്ലാവരും. ആദ്യം ഫയർഫോഴ്സിൻ്റെ വണ്ടി പുറകോട്ട്, ആംബുലൻസ് പുറകോട്ട്, പിന്നെ എസ്കോർട്ട് വണ്ടികൾ ഓരോന്ന് പുറകോട്ട്, ഗവർണറുടെ ബെൻസ് കാറ് പുറകോട്ട്, മുന്നിൽ പോയ പൈലറ്റ് ജീപ്പും പുറകോട്ട്. എല്ലാ വണ്ടികളും പുറകോട്ട് മാറി സൈഡിലോട്ട് ഒതുക്കിയിട്ടപ്പം കുട്ടമ്പിള കളെ വളരെ രാജകീയമായിട്ട് കുട്ടമ്പിള്ള കാളവണ്ടി ഓടിച്ച് അങ്ങേറ്റത്തോട്ട് പോയി ഇറങ്ങിയങ്ങ് പോയി. കുട്ടമ്പിള്ളയ്ക്കറിയാം കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല എന്ന്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, നമ്മൾ ആദ്യം വണ്ടി മേടിക്കുമ്പോഴേ റിവേഴ്സ് ഗിയർ ഉണ്ടല്ലേ. ഈ റിവേഴ്സ് ഗിയറും കൊണ്ടാണ് നമ്മളിന്ന് ക്രിസ്തീയ ജീവിതം ഓടിക്കുന്നത്. ഇന്ന് ഓർത്തോണം പ്രിയപ്പെട്ടവരെ, നമുക്ക് വി കനോട്ട് റിട്രീറ്റ്. നമുക്ക് വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാ അല്ലേ? അവൻ നമുക്ക് കാണിപ്പാനിരിക്കുന്നൊരു ദേശം പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ, നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയി എത്തും, ഉറപ്പാണ്. കാര്യം നമ്മളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാ അല്ലേ? തീർച്ചയായിട്ടും അവിടെ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ, ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോയെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മോശയുടെ എന്നത്തെയും ഒരു പ്രശ്നം എന്തായിരുന്നു? എന്ത് പറഞ്ഞാലും എന്താ പറയുന്നവർ? ഞങ്ങൾക്ക് അവിടെ ആയിരുന്നെങ്കിൽ വെള്ളുള്ളി, ചിറ്റുള്ളി, ഇവരെന്തോന്നും ആലോചിച്ച് നോക്കിയേ. പിന്നെ കുറേ സാധനങ്ങളുടെ പേരൊക്കെയുണ്ട്. പിന്നെ ഒരു ഇടക്കൂടെ ഞങ്ങളവിടെ ഇറച്ചിക്കലത്തിൻ്റെ അടുത്തിരുന്നേ ഉള്ളൂ, ഇറച്ചി ഉണ്ടായിരുന്നോ എന്നൊക്കെ സംശയമാണ് അല്ലേ? ഇവരെ അടിമകൾക്ക് എന്തോ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അല്ലേ? ഇത്രയും സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം വിളിച്ചു, ഒന്നും അധ്വാനിക്കാതെ രാവിലെ വീടിൻ്റെ മുറ്റത്ത് ദൈവം മന്നായിട്ട് കൊടുക്കുന്നു. ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തു അല്ലേ? പകലും രാത്രിയൊക്കെ ദൈവം തന്നെ വെളിച്ചമായി ഇവരെ നടത്തുക. ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ വായിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു? ഇസ്രായേൽ മക്കളെ പറ്റി തമാശയായിട്ട് പറയും, 2 കാര്യത്തിനെ ഒരു വാതുറക്കത്തുള്ളായിരുന്നു. ഒന്ന് തിന്നാനും, ഒന്ന് പെറുവിറുക്കാനും. നമ്മൾ മോശമൊന്നുമല്ല.
ഇതിന് എന്നെ നമ്മൾ മറക്കുന്നത് അല്ലേ? എന്തെങ്കിലും പെറുപെറുപ്പ് ഇല്ലാത്തതിനെ ചൊല്ലി ഇപ്പോഴും നമ്മൾ പരാതി പറയുന്നെങ്കിൽ അവരുടെ മക്കൾ തന്നെയാണ് നമ്മൾ. എന്ത് പറഞ്ഞാലും വിട്ടുപോയതിനെ പറയുന്നത് അല്ലേ? ഈ സഭകളിലും ഈ കുഴപ്പമുണ്ട്. ഞാൻ പറയുമ്പോൾ അതും കൂടെ പറഞ്ഞേക്കാം, എപ്പോഴും സമയം കിട്ടത്തില്ലല്ലോ. ഇത് എന്താണ്, ചില സഭകളിൽ വരും, വന്നിട്ട് എന്ത് പറഞ്ഞാലും പക്ഷേ ഞങ്ങളുടെ പഴയ സഭയിൽ ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ അമേരിക്കയിലൊരു ചർച്ചിൽ ഒരു കുടുംബം വന്നു, എന്ത് പറഞ്ഞാലും പാസ്റ്റർ എടുത്ത് പക്ഷേ ഇന്നൊരു ഫോർമർ ചേർച്ച്. അപ്പോൾ ഒരു ദിവസം പാസ്റ്ററിനെ വിളിച്ചിട്ട് എന്തേണ്ടേ, അതാണ് കതവ്, അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇടത്തോട്ട് പോയി നേരെ പോയാൽ നിങ്ങളുടെ പഴയ ചർച്ച അവിടെ തന്നെ ഉണ്ട്, ആ പഴയ പാസ്റ്റർ അവിടെ തന്നെ ഉണ്ട്, അങ്ങ് പൊയ്ക്കോ, നിങ്ങൾ അവിടുത്തെ കാര്യം പറഞ്ഞാൽ എന്തിനാ ഇവിടെ വരുന്നത്, ആ പാസ്റ്റർ പറഞ്ഞതെന്ന്. ഇതുപോലാണ് നമ്മളും ഈ ലോകത്തിൽ നിന്ന് നമ്മളെ കർത്താവ് വീണ്ടെടുത്തെങ്കിലും ഇപ്പോഴും പറയുന്ന മുഴുവനെങ്കിൽ ലോകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അല്ലേ? നമ്മളിനി അത് പറയരുത്. നമ്മളെ അവിടെ നിന്ന് കർത്താവ് വിടുവിച്ചു, ലോകത്തു നിന്ന് വിടുവിച്ചു അല്ലേ, അവൻ്റെ രാജ്യത്തിലാക്കി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ദൈവസഭയിൽ ആ കിങ്ഡം കൾച്ചർ നമുക്ക് വന്നിട്ടില്ല പ്രിയപ്പെട്ടു. നമ്മളിപ്പോഴും ആ പഴയ കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ വാസ്തവമായിട്ടൊരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ 19-ാം വാക്യം. മരിച്ചവരുടെ ഇടയിൽ അല്ല 17-ാം വാക്യം, സോറി 17-ാം വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം അർപ്പിച്ചില്ല എന്ന്, പക്ഷെ അർപ്പിച്ചു. ദൈവം അത് അർപ്പിച്ചതായിട്ടാണ് കണക്കാക്കി. അപ്പം നോക്കിയേ, 75-ാം വയസ്സിൽ വാഗ്ദത്തം കൊടുത്ത് 100-ാം വയസ്സിൽ കൈ കൊടുത്തു. അതിൻ്റെ അടുത്ത് 25 കൊല്ലം ഈ വാഗ്ദത്തം വിശ്വസിച്ച് കാത്ത് സഹിഷ്ണുതയോടിരുന്നു അല്ലേ? ഇത്രയും കാത്തിരുന്ന് ഇത്രയും വിശ്വസിച്ച് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തെ ദൈവം പരീക്ഷിക്കുക. ഇങ്ങോട്ട് വാ, ഇവിടെ കൊണ്ട് യാഗം കഴിക്കുക. പറഞ്ഞു തീർന്നില്ല, വെളുക്കാൻ കാത്തിരുന്നു. വെളുപ്പിന് അധികാലത്ത് എഴുന്നേറ്റ് കൊണ്ടുപോവുക. എവിടെ പോവാ? യാഗം കഴിക്കാൻ പോവുക. എനിക്കിപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയി അബ്രഹാമിനെ കാണുമ്പോൾ ചോദിക്കാമെന്ന് ഒറ്റൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? അന്ന് ആ വെളുപ്പിന് മോനെയും കൊണ്ടിറങ്ങിയപ്പം പുള്ളിക്കാരത്തി അറിഞ്ഞായിരുന്നു? ആൻറ്റിക്ക് അറിയായിരുന്നു? ആൻറ്റിയും കൂടെ അറിഞ്ഞാണോ മോനെ കൊണ്ടുപോയത്? ഇന്ന് ഈ പറഞ്ഞാൽ അബ്രഹാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാലും ആൻറ്റി കൊടുക്കണ്ടേ അല്ലേ? ആലോചിച്ച് നോക്കി. അവൻ നോക്കി അബ്രഹാമിൻ്റെ ആ ടെൻഷൻ ആലോചിച്ച് നോക്ക്. സാറയെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ? ആലോചിച്ച് നോക്കി, സാറയെ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവം സംസാരിച്ച അബ്രഹാമിനോടാണ് അല്ലേ? സാറ എന്തായിരിക്കും, എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് വട്ടുപിടിച്ച്. ചുമ്മാ ദൈവം അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ താൻ കൊണ്ട് ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഫെയ്ത്ത് റിഡലി പാർട്സ് വിത്ത് എനി ബ്ലെസ്സിങ് ടു ബി ഓഫേർഡ് ബാക്ക് ടു ഗോഡ്. ദൈവം തന്നത് അതെത്ര കാത്തിരുന്ന് തന്നതോ എത്ര വിലയേറിയതോ ആട്ടെ, അതിനെ തിരിച്ച് ദൈവത്തിന് കൊടുക്കാൻ ഒരു മടിയില്ല. എത്ര പേർക്കത് മനസ്സിലായി? 3 ദിവസം മുമ്പ് ഈ ചർച്ചിലുള്ള ഒരു യങ് കപ്പിൾ, അവർക്ക് ദൈവം 2ാമതൊരു ഗർഭഫലം കൊടുത്തു. ഈ ആഴ്ച നാളെ എങ്ങാണ്ട് ഡ്യൂ ആയിരുന്നു. പെട്ടെന്ന് 2 ദിവസം മുമ്പ് ഒരു പ്രയാസം തോന്നി. അവർ ഡോക്ടറെ അടുത്ത് പോയപ്പം അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് പോയി, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് പുറത്തെടുക്കാം. പക്ഷെ പെട്ടെന്ന് എടുക്കത്തില്ല, 2-3 ദിവസം കഴിച്ചേ എടുക്കത്തുള്ളൂ. നാളെയാണ് അവർ ആ കുഞ്ഞിനെ എടുക്കാനിരുന്നത്. ഞാൻ ഈ വിവരം അറിഞ്ഞു. ഞാൻ ആ മോനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഇതെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഈ വേദന എന്താണെന്നുള്ളത് അറിയാം. പക്ഷേ അതേ സമയത്ത് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, യോബിൻ്റെ ആ വാക്ക് നമ്മൾ പലപ്പോഴും നല്ലൊരു വാക്യമായിട്ട് പറയും. പക്ഷേ വെരി റെയർലി ചിലർക്കത് ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ യോബിനെ പോലെ പറയാൻ പറ്റും. എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, വി ക്യാൻ ഓൺലി സേ ദ ലോർഡ് ഗേവ് ആൻഡ് ദ ലോർഡ് ടുക്ക് ഇറ്റ് അവേ. മേ ദ നെയിം ഓഫ് ദ ലോർഡ് ബി. അത്രയേ ഉള്ളൂ. ചിലപ്പോഴെങ്കിലും ദൈവം തന്നതിനെ ദൈവം തന്നെ എടുത്തെന്നിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ അവിടെയും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, കരങ്ങളെ ഉയർത്തി ദൈവത്തെ എന്തു ചെയ്യാം? ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ, ദൈവത്തിന് സ്തോത്രം പറയുകയല്ലാതെ, ദൈവനാമത്തെ അവിടെ ഉയർത്തുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമുക്കില്ല. ഈ ഒരു തിയോളജി ഇന്ന് ഒത്തിരി പേര് സമ്മതിക്കുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. ഒത്തിരി പേര് പറയുന്നത് ദാറ്റ് ഈസ് റോങ് തിയോളജി, ദാറ്റ് ഈസ് നെഗറ്റീവ്
കൺഫെഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. നെഗറ്റീവ് കൺഫെഷനാണെന്ന് ആരാ പറഞ്ഞത്? ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് കൺഫെഷൻ. ഇനി അത് എഴുതിയിട്ട് തൊട്ട് യോബിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ അറിയാം, ഇത് യോബ് പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഇതിനാലൊന്നും അധരങ്ങളാൽ യോബ് പാപം ചെയ്യുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദാറ്റ് കൺഫെഷൻ വാസ് റൈറ്റ്. ദാറ്റ് വാസ് ദ റൈറ്റ്, അല്ലെങ്കിൽ വേറൊരു വാക്യം പറഞ്ഞു, ദാറ്റ് വാസ് ദ ട്രൂ കൺഫെഷൻ. ബൈബിളിൽ നെഗറ്റീവ് കൺഫെഷനും പോസിറ്റീവ് കൺഫെഷനും ഒന്നുമില്ല, ട്രൂ കൺഫെഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഉള്ളത് വായിൽ തുറന്ന് അങ്ങ് പറഞ്ഞേക്കണം, അല്ലാതെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നോക്കണ്ട. ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2001 ഞങ്ങളുടെ ജീവിതത്തിലും 11 വർഷം കാത്തിരുന്ന ശേഷം നോർമലായിട്ട് ഞങ്ങൾക്ക് ജെസ്സി കൺസീവ് ചെയ്ത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ലോകമ്പാടുള്ള എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും വളരെ കാത്തിരിക്കുക. ദൈവം പാസ്റ്ററുടെ പ്രാർത്ഥന ഏതാണ്ട് കേട്ട് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആഗ്രഹം എല്ലാം ദൈവം താണ്ട് മാനിച്ച് ദേണ്ടേ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്നു. ഒടുവിൽ പെട്ടെന്ന് ആ കുഞ്ഞിനെ എടുക്കേണ്ടി വന്നു. എടുത്ത് ഈ പട്ടം SUT ഹോസ്പിറ്റലിൽ 16 ദിവസവും NICUവിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് പോകാനും വയ്യ, കാര്യം കുഞ്ഞ് NICUവിലല്ലേ, അവിടെ റൂമിലിങ്ങനെ ഞങ്ങൾ താമസിക്കുക. 17-ാം ദിവസം ആയപ്പോഴത്തേക്കും എന്നോട് അന്നും ഇന്നും ഇഷ്ടംപോലെ ഡോക്ടേഴ്സിനെ ദൈവം ഈ സഭയെ തന്നിട്ടുണ്ട്. അന്ന് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവരെന്നോട് നമ്മുടെ ഫെലോഷിപ്പിൽ വരുന്നവരാണ്. അവരെനിക്ക് മാറ്റി നിർത്തി എനിക്ക് കൗൺസിലിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ലേഡി ഡോക്ടർ അപ്രാവശ്യം അവധിക്ക് വിദേശത്ത് നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഡോക്ടറാണ്. എന്നെ മാറ്റിക്കൊണ്ടുപോയിട്ട് എനിക്ക് കൗൺസിലിങ്. എന്താണ് പാസ്റ്ററെ, കാര്യമൊക്കെ കൊള്ളാം, പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെ, വിശ്വാസം തീർച്ചയായിട്ടും വേണം, പക്ഷേ ഈ കുഞ്ഞ് അഥവാ ജീവിച്ചെങ്ങാനും കിട്ടിയാൽ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്കില്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുത്തേക്കണം, കർത്താവ് അങ്ങ് എടുത്തുകൊണ്ട് പോട്ടെ. ഞാൻ പറഞ്ഞു ഡോക്ടർ, എനിക്ക് മനസ്സിലായി, എനിക്ക് കുഞ്ഞിൻ്റെ ആ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ അവസ്ഥ നല്ലോണം എനിക്ക് മനസ്സിലായി. ഞാനും പൊട്ടണമെന്നല്ല, അന്ന് ഗൂഗിളും ഒന്നും ഇല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഡോക്ടേഴ്സ് എന്നോടും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എനിക്കറിയാം. അവർ പലരും പറഞ്ഞ്, പാസ്റ്റർ ചിലപ്പോൾ ഈ കുഞ്ഞ് ജീവിച്ചങ്ങ് കിട്ടിയാൽ ആ കുഞ്ഞ് എന്നും നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കും. ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സുശേഷ വേല എല്ലാം ഇതോട് തീരും. ചർച്ച തുടങ്ങിയ കാലമെന്ന് ഓർക്കണം. ഇതെല്ലാം പിന്നെ പോവും. ശരിയാണ്. അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തോട് ചോദിക്കുമ്പം എനിക്ക് ഊനമില്ലാത്തൊരു പെർഫെക്റ്റ് കുഞ്ഞിനെ മാത്രമേ തരാവേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, വാട്ട് ഇഫ് ദ ലോർഡ് ഗിവ്സ് യു എ ചൈൽഡ് വിച്ച് എന്തെങ്കിലും ഊനമുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ വളർത്തുമോ? എന്തു ചെയ്യും? കാഴ്ചയില്ലാത്തവരിന്ന് ലോകത്തില്ലേ? ശരീരത്തിൽ വൈകല്യങ്ങളുള്ളവരില്ലേ? കേൾവിയില്ലാത്തവരില്ലേ? ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങളില്ലേ? സ്പെഷ്യൽ ചലഞ്ച്ഡ് അല്ലേ? എന്തോ രശ്മി പറയുന്നത്, പേര് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്? ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഓക്കെ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ലേ? അവരെയും സൃഷ്ടിച്ചതാരാ? ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇവരിങ്ങനെ ആവാൻ കാരണം ഇവരുടെ അമ്മയപ്പന്മാരുടെ പാവമാണോ? യേശു എന്താ പറഞ്ഞേ? ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ് അങ്ങനെയുള്ളവരെയും ദൈവം ഭൂമിയിൽ ജനിപ്പിച്ചത്. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വേറെ പലരുടെയും കുടുംബത്തിൽ ദൈവത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ദൈവം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. എന്തിനാ? നിങ്ങളെ അത്രയ്ക്ക് ദൈവത്തിന് വിശ്വാസം, അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിനൊരു തെറ്റ് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, ഇത് ഓർത്തോണം. എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സ് വന്നില്ല. കർത്താവെ തരുകയാണെങ്കിൽ നല്ല പോലെ തരണം, ഇല്ലെങ്കിൽ അങ്ങ് എടുത്തോ. അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാനെപ്പോഴും നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു, ലോർഡ് വാട്ട് എവർ യു വിൽ ഇസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അത്രയേ ഉള്ളൂ. ഒടുവിൽ 17-ാം ദിവസം ഡോക്ടർമാരൊരു പ്രതീക്ഷയും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് എന്താ കാര്യം? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാമോ, ഈ കുഞ്ഞിനെ ഞങ്ങളങ്ങ് കൊണ്ടുപോയിക്കോട്ടെ വീട്ടിൽ. അയ്യോ ഇത് എങ്ങനെ ഓക്സിജനൊക്കെ വെച്ച്? ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ക്യാൻ വി ടേക്ക് ദ ചൈൽഡ് ഹോം? ഓക്കെ, ഒപ്പിട്ട് വെച്ചിട്ട് കൊണ്ടുപോയിക്കോ.
ചെന്ന് ഒപ്പിട്ട് കൊടുത്തു. അവർ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ തന്നു. പക്ഷേ അതിനു മുമ്പായിട്ടൊരു സംഭവം ഉണ്ടായി. എല്ലാവരും കൂടെ അപ്പോൾ പല വഴിക്കുന്ന ലോകത്ത് പലയിടത്തും പ്രാർത്ഥിക്കുന്നു. ചെയിൻ പ്രെയർ നടക്കുന്നു, നൈറ്റ് പ്രെയർ നടക്കുന്നു, ഭയങ്കര പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രെയർ. ഓരോരുത്തരും ഓരോന്നൊക്കെ കണ്ടിട്ട് ഓരോന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ വലിയ കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ കുറേ പ്രവാചകന്മാർ വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരാ സമയത്ത് പറഞ്ഞ ഒന്നും നിറവേറിയില്ല. അതാണ് കഷ്ടം. അവരൊക്കെ അവരവരുടെ ആഗ്രഹം കൊണ്ടും നമ്മളുള്ള സ്നേഹം കൊണ്ടൊക്കെ പക്ഷെ അതൊക്കെ നമുക്ക് കേൾക്കാൻ അതൊന്നുമല്ല നമ്മുടെ തലയിൽ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങ് തന്നു, അങ്ങ് എടുക്കുകയാണോ, ദാ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞിട്ട് താത്തു വെച്ചു. എന്നിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ SUTയുടെ പഴയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ വന്ന് കാറിലോട്ട് കൊണ്ട് കയറുക. അന്ന് ആ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ ഞാനൊരു എന്താ പറഞ്ഞൊരു പോഷനെ പോലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ നോക്കി ഉറക്കെ ചിരിക്കുക. അതായത് പിശാച് ഉറക്കെ നമ്മളെ കളിയാക്കി പുച്ഛിച്ച് ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയത്. അവരെല്ലാം നോക്കുന്നുണ്ട്, ഇവൻ എന്തൊരു മണ്ടൻ പാസ്റ്റർ എടുത്തുകൊണ്ട് പോകുന്നു, കുഞ്ഞിനെ എന്തിനാ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ കിടന്ന. അവരൊരു ഹോപ്പും പറയുന്നില്ല, പിന്നെ എന്തിനാ അവിടെ കിടക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും അവിടെ ചുറ്റും കൂടി ഇന്ന് കുഞ്ഞിനെ കട്ടിലോട്ട് കിടത്തി എല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അരമണിക്കൂറിനകത്ത് കുഞ്ഞെ പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ പോലെ ജീവൻ പോകുന്നു, പെട്ടെന്ന് വരുന്നു, ജീവൻ പോകുന്നു, വരുന്നു, നീല നിറമാവുന്നു, പെട്ടെന്ന് നേരെയാവുന്നു. അവസാനം വീണ്ടും ഞാൻ കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് തന്നതാ, അങ്ങെടുക്കുന്നെങ്കിൽ എടുത്താട്ടെ. കുഞ്ഞ് പോയി. അന്ന് രാത്രി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി കുഴി വെച്ച് അടക്കി. 100 കണക്ക് പേരെ ഞാൻ അടക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയും ഞാൻ തന്നെ കൈകൊണ്ട് എടുത്ത് അടക്കി എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, യഹോവ തന്നു, യഹോവ എടുത്തു. ഇത് എനിക്കിവിടെ നിന്നിട്ട് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഞങ്ങൾ അനുഭവിച്ചവരും കൂടെ ആണെന്നുള്ളത് ഓർക്കണം. ഇതുപോലെ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ദൈവം തന്നത് ദൈവം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒന്ന് അവിടെ ഒരു തിരുത്ത് പറയാം, യഹോവ തന്നതാണെങ്കിൽ യഹോവ എടുക്കത്തുള്ളൂ, യഹോവ തന്നതിനെ പിശാച് എടുക്കത്തില്ല. ഒരാമേൻ പറയാമോ? ഇന്ന് ഒത്തിരി പേര് വിശ്വസിക്കുന്നത് ദൈവം തന്നതിനെ പിശാച് തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്നാ. അല്ല, പിശാചിനും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ല. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് മാത്രമേ എടുക്കാൻ പറ്റൂ. പക്ഷെ ദൈവം നമ്മുടെ ഉടയവനാണെങ്കിൽ അവന് അവകാശം കൊണ്ട് എടുക്കാൻ, പ്രിയപ്പെട്ടവരെ, അതും കൂടെ ഓർത്തോണം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാകുന്നിട്ട് ഏറ്റവും വലിയ രസം, ഇതൊരു ശനിയാഴ്ചയാണ്. കുഞ്ഞിനെ രാത്രി അടക്കി വീട്ടിൽ വന്നു. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. അന്ന് ഈ ചർച്ച കൂടുന്നത് പരുത്തിപ്പാറ ഗ്രേസ് മിനി ഹാൾ എന്ന് പറഞ്ഞൊരു ഗരാജിലാണ്. അന്ന് ഞായറാഴ്ച വന്നപ്പം പതിവില്ലാതെ ചർച്ച് ഫുള്ള്, 200 കസേരയൊന്നും ഇവിടെ ഉള്ളൂ എല്ലാം കൂടി. അപ്പോൾ അതിൽ ഇരിക്കുന്നു. ഞാനന്ന് SUT തന്നെ നഴ്സസിൻ്റെ ഒരു ഫെലോഷിപ്പ് നടത്തുന്ന കാലമാണ്. ആ നഴ്സസ് മുഴുവൻ അവിടെ വന്നിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഡോക്ടേഴ്സും ഇരിപ്പുണ്ട് പലരും. അവർക്ക് എന്താ കേൾക്കേണ്ടത്? വാട്ട് ഈസ് ദിസ് മാൻ ഗോയിങ് ടു പ്രീച്ച് ടുഡേ? ഇയാൾ എന്താ പ്രസംഗിക്കാൻ പോകുന്നത്? ഇയാൾ ഇത്രയും വിശ്വസിച്ചല്ലോ, ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചല്ലോ, ലോമ്പാട് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തിയാ കുഞ്ഞ്? വാട്ട് ഈസ് ദ ഔട്ട്കം? അല്ലെങ്കിൽ വേർ ഇസ് ദി ഔട്ട്കം? അതാ എല്ലാവരും ചോദിക്കുന്നത്. ഔട്ട്കം കാണിക്കാനില്ല. ഇനി ഇതിനിടയ്ക്ക് ഞാൻ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ തിളച്ചിരിക്കുന്ന കാലമല്ലേ. അപ്പം ഞാനും എന്ത് ചെയ്തു, ആ കുഞ്ഞ് ICU കിടക്കുമ്പം, NICU കിടക്കുമ്പം എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞ് എന്തായാലും സൗഖ്യമായി വീട്ടിൽ വരും. കുഞ്ഞ് വീട്ടിൽ വരുമ്പം കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തോ വേണം. ഞാനിങ്ങനെ ആലോചിച്ചു, തൊട്ടിൽ വേണം. ഓക്കെ, അത് നോക്കിയപ്പോഴാണ് കുഞ്ഞിന് തൊട്ടിൽ മേടിച്ചില്ല. അപ്പോൾ ആദ്യം കുഞ്ഞ് വീട്ടിൽ വരുമോയെന്ന് അറിയട്ടെ, എന്നിട്ട് തൊട്ടിൽ മേടിക്കാമെന്നാണ് എൻ്റെ ബുദ്ധി പറയുന്നത്. പക്ഷെ ഞാൻ പറയില്ല, വിശ്വാസത്താൽ ഞാൻ പോയി തൊട്ടിൽ മേടിക്കാൻ പോകുന്നു. ഞാൻ അന്നത്തെ ഏതോ ഒരു ബേബി ഷോപ്പിൽ പോയി ഒരു നല്ല തൊട്ടിൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ സാമിൻ്റെ ഒരു വിശ്വാസം കണ്ടോ, കുഞ്ഞിവിടെ ചാവാൻ കിടക്കുമ്പോഴും നേണ്ട വിശ്വാസത്താൽ തൊട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന ഒരപ്പൻ. അപ്പം ഞാനിത് അങ്ങ് വിശ്വാസത്താൽ ചെയ്തു എന്നാണ് പറയുന്നത്. അവസാനം ഉള്ളത് പറയണമല്ലോ, ആ തൊട്ടിൽ പിന്നെ അത് കഴിഞ്ഞ് ആർക്കാണ്ട് കൊടുത്തു. പിന്നെ കുഞ്ഞ് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യം കുഞ്ഞുടുപ്പെല്ലാം തച്ചു വെച്ചു. ഇനി ആ കാലത്തൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആര് വന്നാലും കുഞ്ഞിന് വേണ്ടുന്ന ഫീഡിങ് ബോട്ടിൽ, ഡയപ്പേഴ്സ്, അന്ന് ഇതൊക്കെ ഇവിടെ കിട്ടത്തില്ല ഒത്തിരി. അന്ന് ഇതെല്ലാം കൊണ്ടുവന്ന് സത്യം പറഞ്ഞ് ഞങ്ങളുടെ വീട് നിറച്ച് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളാണ്. അത് കഴിഞ്ഞൊരു ഗുണമുണ്ടായി. ആ വർഷങ്ങളിൽ ആരൊക്കെ പ്രസവിച്ചോ അവർക്കെല്ലാം ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ലാവിഷായിട്ട് അങ്ങ് ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താ, എവിടെയെങ്കിലും ന്യൂ ബോൺ ബേബി ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാനുള്ള സാധനം മുഴുവൻ. ഇതൊക്കെ നിങ്ങൾ എന്നെ നോക്കുന്ന കണ്ടാൽ തോന്നും നിങ്ങളാരും ഇതിങ്ങനെ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ കല്യാണത്തിൻ്റെ പ്രസൻറ്റേഷൻ കിട്ടും, എന്തോ കുറേ പ്ലാസ്റ്റിക്,
6 കപ്പും ഒരു സാധനവും. എന്നിട്ട് അവസാനം പിന്നെ അടുത്ത 5 കൊല്ലത്തേക്ക് എവിടെ കല്യാണത്തിന് പോയാലും ഇതാണ് പൊഴിഞ്ഞുകൊണ്ട് നിങ്ങളത് കൊടുത്തുകൊണ്ടിരുന്നു, ഞാനിത് കൊണ്ട് കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ മറ്റേ പ്ലാസ്റ്റിക് കപ്പും സാധനം കൊണ്ട് എല്ലാ കല്യാണത്തിനും കൊടുത്തുകൊണ്ടിരുന്നു, ഞാൻ കൊണ്ട് കൊടുത്തത് അവസാനം ഒരാൾക്ക് തൊട്ടിലും കൊടുത്തു. ആ കുഞ്ഞിന് എന്തെല്ലാം മേടിച്ച് വെച്ചിരുന്നോ എല്ലാം കൊടുത്തു. അവസാനവും ഒരു ഫീഡിങ് ബോട്ടിലും ഏതോ ഒരു സാധനം ഇരുന്നു. ഇരിക്കട്ടെ, വാക്തത്വം ഉണ്ടല്ലോ. ഒടുവിലായിട്ട് എത്രയോ നാളിന് ശേഷം ഒരു കുഞ്ഞുണ്ടായപ്പം ആ ഫീഡിങ് ബോട്ടിലും എടുത്ത് കൊണ്ട് കൊടുത്തു. ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സാധനവും ഞങ്ങളുടെ വീട്ടിലില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ കളിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല. അപ്പം ഞാൻ പറയും, ഇവിടെ കളിക്കാൻ തരാൻ ഒന്നുമില്ല, ഒരു പന്ത് പോലും തരാനില്ല. കാര്യം ഇല്ല, സത്യം അല്ലേ. ഞാനത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, യഹോവ തന്നു യഹോവ എടുത്തു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അതിനകത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ. ഇങ്ങനെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇനി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ദേ ലോസ്റ്റ് ദെയർ ചൈൽഡ്, എങ്ങനെയല്ലേ പറയുന്നത്, ദേ ലോസ്റ്റ് ദെയർ ബേബി, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഡിഡ് വി ലൂസ് അവർ ബേബി? പറഞ്ഞേ. 17 ദിവസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് എവിടെ ഉണ്ട്? കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ കർത്താവിൻ്റെ സന്നിധി ഞങ്ങളും ചെല്ലുമ്പോൾ ആരെ കാണാം? ആ കുഞ്ഞിനെ കാണാം, അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പറയും, ഞങ്ങളുടെ പാസ്റ്റർ നല്ല മനുഷ്യനാണ്, പക്ഷേ എന്തിനാ മക്കളില്ല. ഞങ്ങൾ എവിടെയൊക്കെ പോകുമ്പോൾ, പുതിയ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, ഓരോരുത്തർ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ പതുക്കെ പാസ്റ്റർ പാസ്റ്റർ മക്കളില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്, അല്ലേ. അത് മലയാളികളെ ഇത് പറയത്തുള്ളൂ. എന്താണ്, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല, അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒത്തിരി കഥയുണ്ട്. ഒരു കുഞ്ഞ് ഈ ചർച്ചയിൽ തന്നെയാണ്, ഒരു സഹോദരി പ്രസവിച്ചു. അപ്പോൾ അവളുടെ വീട്ടുകാരൊന്നും വിശ്വാസികളല്ല. അപ്പം ഞങ്ങൾ പഴയ സ്വഭാവമില്ല, എവിടെയെങ്കിലും കുഞ്ഞുണ്ടായിരുന്നാൽ നമ്മൾ ചാടി അങ്ങ് ചെല്ലും. അയ്യോ, കുഞ്ഞിനെ കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഓടി അങ്ങ് ചെല്ലും. അവിടെ ചെന്നപ്പോൾ ആ മുറിക്കകത്ത് പ്രസവിച്ച ആൾ കിടക്കുന്നു, കുഞ്ഞ് കിടക്കുന്നു, അവളുടെ അമ്മയും നാത്തൂനും എല്ലാവരുമൊക്കെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ജെസി എന്ന ആ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പം പെട്ടെന്ന് അമ്മ അങ്ങ് തടഞ്ഞു, കുഞ്ഞിനെ എടുക്കരുത്. ഇൻഡയറക്റ്റായിട്ടങ്ങ് തടഞ്ഞു. നമുക്ക് മനസ്സിലായില്ല ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോയവർ ഇപ്പം ജനിച്ച കുഞ്ഞിനെ എടുക്കാൻ പാടില്ല, അതാരോ ഒന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പഴയ അമ്മച്ചിമാർക്കറിയാം, അവരെ സമ്മതിക്കത്തില്ല, കുഞ്ഞിനെ തൊടണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം സത്യം പറഞ്ഞു, ഇപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും കുഞ്ഞ് പ്രസവിച്ചാൽ എടുക്കാനൊരു പേടിയാണ്. കാര്യം ഇത് ഇഷ്ടപ്പെടുവോ? അതേ സമയത്ത് ചിലപ്പോഴെങ്കിലും ഞാൻ ഈ പ്രസവിക്കാൻ ഭാര്യ അകത്തുവരിക്കും, ഭർത്താക്കന്മാർ വിളിക്കും, ഞാനും ചെന്ന് കൂടെ നിൽക്കും. അപ്പം അങ്ങനെ പലയിടത്തും നിന്നിട്ടുണ്ട്. പലരുടെയും കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം. പക്ഷെ ആ കൂട്ടത്തിൽ ഒന്നെന്താണെന്നറിയാം, ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ആൻറ്റി അവർ മോള് പ്രസവിച്ച് കുഞ്ഞിനെ ഈ പറഞ്ഞ പോലെ നേഴ്സ് കൊണ്ട് കൈ കൊടുത്തപ്പം പെട്ടെന്ന് എടുത്തിട്ട് ഞാനവിടെ കയറി എൻ്റെ കയ്യിലോട്ടുണ്ട്, എന്നാ സമയം പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തന്നേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് കുറച്ച് മുമ്പായിരുന്നു മറ്റേ അനുഭവം. അപ്പോൾ അതിലിച്ചിരി വേദന മനസ്സിൽ കിടന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവർ ആ കുഞ്ഞിനെ കയ്യിലോട്ട് തന്നിട്ട് ആദ്യമായിട്ട് പിടിച്ചേ പ്രാർത്ഥിച്ച് തന്നേന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ കൊടുത്തു. ഇന്ന് ആ കുഞ്ഞ് എഞ്ചിനീയറിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ അവിടെയെല്ലാം നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, നിത്യതയിൽ ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ കർത്താവിനോടൊപ്പമായിരിക്കും, അല്ലേ. അവിടെ എല്ലാ സന്തോഷങ്ങളിലും കർത്താവ് നമ്മളെ നമ്മൾ ആ സന്തോഷങ്ങളായിരിക്കും നമ്മൾ സന്തോഷിക്കുന്നത്. ഇനി അതിൻ്റെ 19-ാം വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ 17-ാം വാക്യത്തിൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. 19-ാം വാക്യത്തിൽ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് എഴുതി. അതിൻ്റെ അർത്ഥം കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി. പക്ഷേ അതിൻ്റെ 35-ാം വാക്യം വായിച്ച് 35, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. കേട്ടോ, അവിടെ അതിന് തൊട്ടുമ്പ് വേറൊരു വാക്യത്തിൽ അവിടെ എന്തൊക്കെ കഷ്ടങ്ങൾ, എന്താ അടി വീർച്ചവാള്, കുറേ കാര്യങ്ങളുണ്ട്, അല്ലെ. കാടുകളിലും മലകളിലും ഇങ്ങനെ ഗുഹകളിലും ഇങ്ങനെ നടന്നു എന്നൊക്കെ ഉള്ള വാക്യമുണ്ട്. അതിൻ്റെ അർത്ഥം ചിലർക്ക് ജീവൻ തിരിച്ചു കിട്ടി, അപ്പം നമ്മൾ സ്തോത്രം പറയും. പക്ഷേ ചിലർക്ക് എന്ത് ചെയ്തില്ല, കിട്ടിയില്ല.
ഇത് ഓർക്കണം. ഇത് രണ്ടും ആ 12 അധ്യായത്തിലെ കാര്യങ്ങൾ, രണ്ടും വിശ്വാസം തന്നെയാണ് കാര്യം. വിശ്വാസത്താൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി. ഇപ്പം മരിച്ചവരാരെങ്കിലും തിരികെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് സന്തോഷിച്ചേനെ. പക്ഷെ ചില കേസിൽ മരിച്ചവരെ തിരികെ കിട്ടിയില്ല, അല്ലേ? ബൈ ഫെയ്ത്ത് മെനി ഗോട്ട്, പക്ഷെ ചിലയിടത്ത് ബൈ ഫെയ്ത്ത് ദേ ഗേവ്, അതായത് അവർക്ക് കിട്ടിയില്ല, അവരെന്ത് ചെയ്തു? കൊടുത്തു. വേണ്ട, നല്ലൊരു ഉദാഹരണം പിന്നെ പ്രാപിച്ചോളാം, വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തവരും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അത് ചിലപ്പം കിട്ടാതെയിരിക്കും, അതും വിശ്വാസം തന്നെയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചാൽ 20, 21, 22 ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നു. നമ്മുടെ തലമുറ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അവരുടെ ഭാവി സംബന്ധിച്ച് തന്നെ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ എന്തു പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന? എൻ്റെ അമ്മ തമിഴ് സ്ത്രീയായിരുന്നു. തമിഴർക്കറിയാമല്ല, അവർ വളരെ ഇന്നസെൻറ്റാണ്. അവർ ഈ മക്കളെയൊക്കെ വിളിക്കുന്ന ചില പേരുകളുണ്ട്. അപ്പം എന്നെ ചിലപ്പോൾ എടാ എരുമമാട് ഇங்கே വാ, ആ തമിഴിലുള്ളൊരു സാധാരണ വാക്കാണ്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ പോകുന്ന വേറൊരു വാക്കാണ്, എടാ കഴുതേ ഇங்கே വാ, അതെ കഴുതേ. അടുത്ത എന്താണ്? അത് മലയാളം വിളിക്കത്തില്ല, എടാ എരുമയെന്ന് ആരെങ്കിലും മക്കളെ വിളിക്കുമോ? തമിഴ്നാട്ടിൽ ഇത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ എടാ എരുമ ഇങ്ങ് വാന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ ഇരുന്നത് പറയേ എരുമ മാട്ട് കണ്ടുകുട്ടീന്ന് കൂടെ, അതായത് എരുമ കുട്ടീന്ന് വിളി, നീ നിൻ്റെ മോനെ എരുമയെന്ന് വിളിച്ചാൽ അപ്പം നീ ആരാ? അങ്ങനെ പറഞ്ഞങ്ങ് വിടുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മക്കളെ കഴുതേന്ന് വിളിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? നല്ല അനുഗ്രഹം കൊടുക്കുന്നത്. മക്കളെ കഴുതേന്ന് വിളിച്ച് നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കണം. 21 വാക്യം, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ കൊച്ചുമക്കളെയും എന്ത് ചെയ്തു? യോസേഫ് യാക്കോബ് അനുഗ്രഹിച്ചു. അടുത്തത്, തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. കണ്ടോ, അവിടെ മരണസമയത്തും അദ്ദേഹത്തിന് കൊച്ചുമക്കളെ ഓർപ്പിക്കാനുള്ളത് ഒരു പുറപ്പാടുണ്ട്. ഇന്ന് എത്രത്തോളം നിങ്ങൾ അടുത്ത തലമുറയെ ഒരു പുറപ്പാടുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും, നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകും, അല്ലേ? ആ ഒരു കാര്യം നമ്മൾ പ്രവചിക്കാറുണ്ടോ നമ്മളെ മക്കളോട്? അത് പറഞ്ഞ് അനുഗ്രഹം, കർത്താവിൻ്റെ വരവിൽ നിന്നെയും കാണാൻ കുഞ്ഞെ, ഞാനിപ്പം പോകുന്നു, അമ്മച്ചി പോവുക, മമ്മി പോവുക, അല്ലെങ്കിൽ പപ്പ പോവുക, മോനെ അവിടെ കാണണം, മോളെ നമുക്ക് അവിടെ കാണണം, നീയും അങ്ങ് വരും, അല്ലേ? ഞാനവിടെ കാണും. കർത്താവിൻ്റെ വരവിൽ ഈ പറഞ്ഞല്ലോ ഞാൻ ഉയർത്തെഴുന്നേക്കും, പക്ഷേ നിങ്ങളും എന്ത് ചെയ്യണം? ഞങ്ങളോട് കൂടെ നമുക്ക് ഒരുമിച്ച് വാനമേഘത്തിലായിരിക്കാം എന്ന ആ പുറപ്പാടിനെക്കുറിച്ച് മക്കളോട് നമ്മൾ പറയാറുണ്ടോ പ്രിയപ്പെട്ടവരെ? 23 വാക്യം, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിൻ്റെതാണ് കൽപ്പന, ഒരു ആൺകുഞ്ഞിനെയും ജീവനോടെ വയ്ക്കരുത്. പക്ഷേ ഈ അപ്പനും അമ്മയും എന്ത് ചെയ്തെന്നറിയാമോ? രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവസാനം പിന്നെ വയ്ക്കാൻ കഴിഞ്ഞില്ല കണ്ടപ്പോഴാണ് എന്ത് ചെയ്തു? അവരൊരു ചെറിയൊരു ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് ഈ കുഞ്ഞിനെ കിടത്തി നൈൽ നദി കൊണ്ടുവച്ചത്. ആ കുഞ്ഞിനെ പിന്നെ രക്ഷിക്കാനായി നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആ മോശയുടെ അപ്പനമ്മമാർ ചെയ്ത ആ പ്രവൃത്തി, അതും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ വന്നത്, അല്ലേ? വിശ്വാസത്താൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഈ ഒളിപ്പിച്ചു വെച്ചതും വിശ്വാസത്താലാണ്. അതിനകത്തൊരു വലിയൊരു സത്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ചിലരെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ ചിലതിനെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ ചില കോൺസിക്വൻസസ് ഭയപ്പെടാതെ നിങ്ങൾ ഈ പറഞ്ഞ റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നതും വിശ്വാസത്താലാണ്. ഒരു ചോദ്യം, നിങ്ങളങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡൺ എനിത്തിങ് ലൈക്ക് ദാറ്റ്? ഭയപ്പെടാതെ ഞാൻ ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്തു. ഈ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ ആ അപ്പനും അമ്മയും അത് ചെയ്തു. അതുകൊണ്ടാണ് അവർ മോശയെ ഒരു രക്ഷകനായിട്ട് ദൈവം പിന്നീട് ഉയർത്തിയെന്ന് ഓർക്കണം.
ഇതുപോലെ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ അവിടെ ഞാൻ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്താണ്? ഫെയ്ത്ത് ഫിയേഴ്സ് നോ ത്രെറ്റ്സ്. എന്താണ്? വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് ഭീഷണികൾ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ബട്ട് റിലൈസ് ഓൺ ഗോഡ്സ് പവർ ടു പ്രൊട്ടക്റ്റ്. എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. എന്തിനുള്ള ശക്തി? സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനുമുള്ള ശക്തി എൻ്റെ ദൈവത്തിനുണ്ട്. ഞാൻ ഈ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 3 മാസം പിടിച്ചു നിന്നു. ഇനി ഞാൻ കുഞ്ഞിനെ ഒരു പെട്ടത്തിൽ കൊണ്ട് ആറ്റിക്കൊണ്ട് വയ്ക്കുക. പക്ഷേ അവിടെ നിന്ന് എൻ്റെ ദൈവം സൂക്ഷിച്ചോളും എന്നൊരു വിശ്വാസത്തോടെയാണ് എന്ത് ചെയ്ത് ഒരു പെട്ടകം ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടത്, ആ വെള്ളത്തിൽ കൊണ്ട് വിട്ടത്. ഇതുപോലെ എന്നാലാവുന്ന പോലെ ഞാൻ സൂക്ഷിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എൻ്റെ പിടി വിട്ടുപോകും, എൻ്റെ കൈ നിൽക്കത്തില്ല. പക്ഷേ എൻ്റെ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സൂക്ഷിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഒരു 3 മാസമേ അവരെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങളൊരു പക്ഷേ 30 വയസ്സ് വരെ നിങ്ങളുടെ മോനെ നിങ്ങൾ സൂക്ഷിച്ചു. പക്ഷേ അടുത്ത് എന്ത് ചെയ്യണം? വിശ്വാസത്താൽ അവനെ ഒരു പെട്ടകത്തിലിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. ദൈവം സൂക്ഷിക്കും, ദൈവം സൂക്ഷിക്കും. നിങ്ങൾ സൂക്ഷിക്കാൻ പോകുമ്പോഴായി കുഴപ്പം. എനിക്കറിയാം, നിങ്ങൾ മക്കളെ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ എത്ര മക്കളെ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് വരെ? There is a limit for you to protect your children. Rather, leave them at God's hand. കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. കർത്താവ് വിശ്വസ്തനാ. കാരണം നിങ്ങൾക്ക് അവരോടുള്ളതിനേക്കാളും സ്നേഹം കർത്താവിന് അവരോടുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലോട്ടും കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. മക്കളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ മോനെന്താ ഇങ്ങനെ, എൻ്റെ മോളെന്താ ഇങ്ങനെ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറയുക, നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കാൻ ഒരു കാലം വരെ പറ്റത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിന് അവനെ സൂക്ഷിക്കാൻ, അവളെ സംരക്ഷിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഫെയ്ത്ത് റിലൈസ് ഓൺ ഗോഡ്സ് പവർ ടു പ്രൊട്ടക്റ്റ്. 24-ാം വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. മതി. 25-ാം വാക്യം തൊട്ട് പുറകോട്ടോ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. മോശ, നമ്മൾ പഠിച്ചത് മോശയുടെ അമ്മയപ്പന്മാരെക്കുറിച്ച്. അടുത്തത് മോശയെക്കുറിച്ച്. ഈ മോശ പെട്ടകത്തിൽ കിടന്ന കാലമൊക്കെ അങ്ങ് പോയി. രാജകുമാരി വന്ന് എടുത്തുകൊണ്ടങ്ങ് വീട്ടിൽ പോയി. എവിടെ വീട്? കൊട്ടാരം. അവിടെ ചെന്നപ്പോഴാണ് പ്രശ്നം. നല്ല സുന്ദരനായൊരു കുഞ്ഞ്. അപ്പോൾ ഈ ഫറവൻ്റെ മോക്ക് അയ്യോ കുഞ്ഞ്. അപ്പോൾ അടുത്ത പ്രശ്നം, കൊച്ചു കുഞ്ഞാ, 3 മാസമല്ലേ ആയുള്ളൂ, പാല് കൊടുക്കണം. അപ്പോഴാണ് നോക്കണേ ദൈവത്തിൻ്റെ പദ്ധതി. ആര് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഓർഡർ ഇട്ടോ ആ കൊട്ടാരത്തിൽ നിന്ന് വൗച്ചർ എഴുതി പാല് കൊടുത്തതിന് പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ആര്? മോശയുടെ അമ്മ. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തതിന് കാശ് കിട്ടിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞായിട്ട് പാല് കൊടുത്തു. ലോകത്ത് അമ്മ മാത്രമേ ഉള്ളൂ സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വൗച്ചർ എഴുതി 1-ാം തീയതി കൊട്ടാരത്തിൽ പോയി ബില്ല് പാസ്സാക്കി. എവിടെ പോയി? കാശ് മതി. എന്തിൻ്റെ കാശ്? പണിയുണ്ടോ ഇവിടെ കൊട്ടാരത്തിൽ? ഞാനവിടെ ഒരു സപ്ലൈ ചെയ്യുന്നുണ്ടൊരു സാധനം. എന്തോ നിങ്ങൾ കൊട്ടാരത്തിൽ സപ്ലൈ ചെയ്യുന്നോ? അതെ. എന്തുവാ? മുലപ്പാല്. ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. മോശയുടെ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാഗ്യം. കൊട്ടാരത്തിൽ പോയി സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാനും. അപ്പോൾ ഈ പാല് കൊടുക്കുന്ന സമയം വേറെ ആരും ചെന്ന് നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ, പാല് കൊടുക്കുന്ന. ആ പാല് കൊടുക്കുന്ന സമയത്ത് മോശയുടെ അമ്മ പാല് മാത്രമല്ല കൊടുത്തു, എന്തൊക്കെ കൊടുത്തു? ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, മോനെ കുഞ്ഞിവിടുത്തെ അല്ല, ഇവിടുത്തെ ഒന്നുമല്ല, നമ്മൾ വേറെയാ, നമ്മുടെ ദൈവം വേറെയാ, നമ്മളിവിടെ അടിമകളാ കുഞ്ഞെ. പക്ഷേ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുഞ്ഞ് ആ രീതിയിലേ നിൽക്കാവോ കുഞ്ഞെ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും പാല് കൊടുത്തേച്ച് ഉറക്കി തലയെ കൈവച്ച് ഈ പറഞ്ഞ അനുഗ്രഹിച്ചിട്ടായിരിക്കും ആ മോശയുടെ അമ്മ പോയത്. അങ്ങനെയാണോ? 40 വർഷം ഇവൻ ഈ കൊട്ടാരത്തിൽ വളർന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. പക്ഷേ അടുത്തവിടെ എഴുതിയിരിക്കുന്നു, പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടേണ്ട. അതെന്താ കാണിക്കുന്നത്? ഫെയ്ത്ത് ഇസ് നോട്ട് എനാമേർഡ് ഓഫ് വേൾഡ്ലി സ്റ്റാറ്റസ്. ഈ ലോകത്തിലെ പദവിയും പട്ടവും സ്ഥാനവും ഒന്നും വിശ്വാസമുള്ളവർക്ക് വേണ്ട. മോശയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, എന്തിനാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇതുങ്ങളുടെ കൂടെ? അത് ഊഴിയ വേലക്കാരെന്ന് പറഞ്ഞാൽ ആരാ? അടിമകൾ.
ഈ അടിമപ്പട്ടാളത്തിൻ്റെ കൂടെ ഞാൻ പോയിട്ട് അവർക്ക് നേതാവായിരിക്കുന്നതിനേക്കാളും ഞാനിവിടെ എത്ര രാജകീയമായിട്ടാണ് ആ ഫറോൻ്റെ കുതിരയെ കെട്ടിയ രഥത്തിലുള്ള പോക്കും കൊട്ടാരത്തിലെ ജീവിതവും ചാപ്പാടും അല്ലേ, എവിടെ ഇറങ്ങിയാലും ജനങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. ഇത്രയും വലിയ സ്ഥാനമുള്ള ആൾ ഇതെല്ലാം വിട്ടിട്ട് ഈ അടിമകളുടെ കൂടെ ചെന്ന് അവരുടെ കൂടെ ചെന്ന് നിൽക്കാൻ എന്നെ കിട്ടുമോ? വിശ്വാസം ലോകത്തിലെ ഒരു സ്ഥാനത്തിനും വില കൊടുക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് ഒത്തിരി പേര് വിശ്വാസത്തിൽ വരാത്തതിന് കാരണം എന്താ? ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ അപ്പനമ്മമാരെ എല്ലാം അടക്കിയിരിക്കുന്ന എവിടാ? സിംഹാസനപ്പള്ളി ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ കുടുംബക്കല്ലറ എവിടെ? പിന്നെ ഞങ്ങളുടെ വല്യപ്പച്ചനല്ലേ ആ പള്ളി വെച്ച് കൊടുത്തത്. പിന്നെ ഞങ്ങളുടെ അപ്പൻ്റെ മൂത്ത ചേട്ടനാരാ? സഫക്രസ് കോറപ്പിസ്കോപ്പയാ അല്ലേ? ഇതൊക്കെ നല്ലതാ, സ്തോത്രം. നിങ്ങളുടെ വല്യപ്പച്ചൻ പള്ളി ഒഴിച്ചു കൊടുത്തോ, സ്തോത്രം. നിങ്ങളുടെ എന്താ അപ്പൻ്റെ ചേട്ടൻ കോറപ്പിസ്കോപ്പയാണോ, നല്ല കാര്യം, സ്തോത്രം. പക്ഷേ വിശ്വാസം ലോകത്തിൽ ഒരു സ്ഥാനമാനങ്ങൾക്കും വില കൊടുക്കുന്നില്ല. മോശ വില കൊടുത്തില്ല. നോക്കിയിരുന്നെങ്കിൽ ഈ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ളത് നല്ല വിലയായിരുന്നു ലോകത്ത്. അത് വിട്ടേച്ചിറങ്ങി വന്നു. വന്നേച്ച് അടുത്ത വാക്യം, 25-ാം വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതാണ് അടുത്ത കാര്യം. മോശ നോക്കിയപ്പം പ്രായം 40, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ നോക്കിയപ്പം 2 ഓപ്ഷൻ. ഒന്ന്, പാപത്തിൻ്റെ തൽക്കാല ഭോഗം ഒരു സൈഡിൽ ഇരുന്ന് തന്നെ മാടി വിളിക്കുന്നു. ഇപ്പുറത്ത് ദൈവജനത്തോടൊപ്പം കഷ്ടം. നേരത്തെ പറഞ്ഞത് ദൈവജനത്തോട് ഐഡൻറ്റിഫൈ ചെയ്തെന്ന, പക്ഷെ ഇപ്പം ഐഡൻറ്റിഫിക്കേഷൻ മാത്രമല്ല, കഷ്ടമാണ്. അതൊക്കെ ഒന്നും ഇല്ലല്ലോ, ഊഴിയ വിചാരക്കാരല്ലേ, അല്ലേ, അടിമകളല്ലേ. അപ്പം മോശം ഇങ്ങനെ നോക്കി, ഏതാണ് ഓപ്ഷൻ നമ്പർ എ? എന്താണ്? പാപത്തിൻ്റെ തൽക്കാല ഭോഗം. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, പാപത്തിന് എപ്പോഴും എന്താണുള്ളത്? താൽക്കാലികമായ കാര്യങ്ങളേ ഉള്ളൂ. ആ സാറ്റിസ്ഫാക്ഷൻ വെറും ടെമ്പറലാണ്, താൽക്കാലികമാണ്. പക്ഷേ ഇപ്പുറത്തോ ദൈവജനത്തിൻ്റെ കൂടെ കഷ്ടം. പക്ഷെ മോശ എന്ത് തിരഞ്ഞെടുത്തു? ദൈവജനത്തോട് കഷ്ടം തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ഫെയ്ത്ത് സെയ്സ് നോ ടു സിൻ. എന്താണ്? പാപത്തോട് വേണ്ട എന്ന് പറയും. പാപത്തോട് നോ എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. ഇപ്പം മനസ്സിലായോ? പാപത്തോട് നോ എന്ന് പറയുന്നതാണ് പറയും. ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ പഠിപ്പീരുകൾ, ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, മോനെ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപവും ഇനി നീ ചെയ്യാൻ പോകുന്ന പാപത്തിനും എല്ലാത്തിനുള്ള പരിഹാരം കർത്താവ് കാൽവറിയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം ചെറുക്കൻ എന്തോ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടിയ. അപ്പോൾ ഇനി ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന പാപത്തിനും അവിടെ നേരത്തെ മുൻകൂറല്ല, ഇലക്ട്രിസിറ്റി ബില്ല് 1 വർഷത്തേക്ക് നേരത്തെ അടയ്ക്കാം. അതുപോലെ യേശു കാൽവറി ക്രൂശി മൊത്തം അങ്ങ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ഞാൻ എന്തിനോടായി നോ പറയേണ്ടത്? ഒന്നിനോടും പറയണ്ട. കാര്യം ഞാനിപ്പോൾ ഇത് സൂഹിക്കാം, തൽക്കാലം ഇതെനിക്കൊരു സന്തോഷം തരും, അതിപ്പം ഞാനങ്ങ് അനുഭവിക്കട്ടെ. കാര്യം എന്തായാലും കാൽവറി ക്രൂശിൽ മൊത്തമായിട്ട് കൊടുത്തിട്ടിരിക്കുക. ഇങ്ങനെയുള്ള പഠിപ്പീരുകളും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ഒരുപാടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, മോസസ് സെഡ് നോ ടു സിൻ. പാപത്തോട് നോ എന്ന് പറഞ്ഞു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക. കർത്താവിനെ വെച്ച് എൻ്റെ ബാക്കി നമുക്ക് വീണ്ടും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ പഠിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ. നിത്യതയെ ലാക്കാക്കിയാണ് വിശ്വാസം ജീവിക്കുന്നത്. നിത്യതയെ ലാക്കാക്കി പോകുന്ന ഒരുവൻ ഈ ഭൂമിയിൽ വെച്ച് പാപത്തോട് നോ എന്ന് പറയും. എൻ്റെ ചോദ്യം, ഞാനും നിങ്ങളും പാപത്തോട് നോ പറഞ്ഞാണോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്? അതോ വരുന്നതെല്ലാം കയറി ആസ്വദിച്ച് വരുന്നതെല്ലാം കയറി ഏറ്റെടുത്താണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കണം പ്രിയപ്പെട്ടവർ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വേർപാട്, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു വിശുദ്ധി നമ്മൾ പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കണ്ണുകളടയ്ക്കുക. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും കേട്ടു, ഇന്നും കേട്ടു.
പക്ഷേ കേട്ടതിലൂടെയൊക്കെ കർത്താവേ, വാസ്തവമായിട്ടും കേട്ടത് ഉള്ളിൽ കരുതിക്കൊള്ളുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ കേട്ടത് കർത്താവെ അത് കരുതിക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അത് ഒഴുകി പോകരുത് കർത്താവെ. കേട്ടത് തടഞ്ഞ് നിൽക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കട്ടെ, ഞങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.